പോകുമ്പോൾ എന്ത് ചെയ്യത്തില്ല? നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യത്തില്ല? അങ്ങനെ ഒരു പ്രത്യേക ഒരു പരിഗണന സഭയ്ക്ക് കൊടുക്കാറുണ്ടോ? പള്ളിക്ക്, ദേവാലയത്തിന് കൊടുക്കാറുണ്ടോ? പക്ഷേ അത് ഓരോരോ സഭയുടെ പഠിപ്പിക്കലാണ്. അത് മനസ്സിലാക്കുകയാണ്. നമ്മുടെ സഹോദര സഭകളിൽ പലതും അവരങ്ങനെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ദേവാലയത്തിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യരുത്? ചുമ്മാ പോകരുത്. ഒരു കുരിശിൻ തൊട്ടിയുടെ മുമ്പിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്? വെറുതെ അലക്ഷ്യമായിട്ട് എന്ത് ചെയ്യരുത്? പാസ് ചെയ്യാൻ പാടില്ല. നമ്മളിവിടെയാണെങ്കിലും ഈ ശുശ്രൂഷ നമ്മൾ അച്ഛന്മാരോട് പറയാറുണ്ട്, ശുശ്രൂഷ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? ഇതിൻ്റെ മുമ്പിൽ കൂടെ വിമേശിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലപ്പാറ എന്ത് ചെയ്യരുത്? നടക്കരുത്. അല്ലേ? ഇവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരു കുരിശ് കാണും മേശയിൽ. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരു വിശുദ്ധ വേദപുസ്തകം കാണും. അല്ലേ? അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിനുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തത്? അതിൻ്റെ മുന്നേ അതിനെ അലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കരുതെന്നാണ് അത് പഠിപ്പിക്കുക, സഭയുടെ പഠിപ്പിക്കലാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മളിവിടെ വരുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണിത്. അല്ലേ? അത് നമ്മളെപ്പോഴും ഓർത്തോണം. അതുകൊണ്ട് ഇവിടെ നിന്നാണ് നിങ്ങളൊരു കാര്യം പറയുന്നത്. അത് പറയുമ്പോൾ ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്. അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അതെന്ത് ചെയ്യും? വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും മറന്നു പോകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വേദോസം പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ഭാഗം എന്ത് ചെയ്യരുത്? തത്രപ്പെട്ടൊരു കാര്യം പറയരുത്. തത്രപ്പെട്ടൊരു കാര്യം, തത്രപ്പെടുക എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിലുള്ള ചിന്തയില്ലാതെ എന്ത് ചെയ്യരുത്? ഒരു കാര്യം പറയരുത്. പറഞ്ഞാൽ എന്ത് ചെയ്യണം? പറഞ്ഞാൽ ചെയ്യണം. ചെയ്തില്ലേലും കുഴപ്പമില്ല, പറയാതിരുന്നാൽ കുഴപ്പമില്ല. പറഞ്ഞാൽ ചെയ്യണം. ഓക്കെ, അത് പ്രാധാന്യം. ചോദ്യം ഇതാണ്, ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭയോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നികളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ചോദ്യം എന്നോട് പറയാം. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നികളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു എന്നുള്ള ഉത്തരം. നിങ്ങളൊന്ന് ചേർന്ന് പറഞ്ഞേ, ഞാൻ അവയെ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? അതിനെക്കുറിച്ചൊക്കെ അല്പം മുമ്പും അതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതാണ് യേശു എങ്ങനെ രക്ഷകനാകുന്നത്. രക്ഷകനാരാ? രക്ഷകനാരാ? രക്ഷകൻ രക്ഷിക്കുന്നവൻ. രക്ഷകൻ രക്ഷിക്കുന്നവൻ. യേശു രക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാ? എന്താ അതിൻ്റെ അർത്ഥം? യേശുവാണ് രക്ഷകൻ. അല്ലേ? രക്ഷകൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ. യേശു രക്ഷകൻ എന്ന് പറഞ്ഞാൽ യേശുവാണ് രക്ഷിച്ചതെന്നാണ്. അല്ലേ? പാപത്തിൻ്റെ നിത്യമായ ശിക്ഷയിൽ നിന്നാണ് യേശു നമ്മളെ രക്ഷിച്ചത്. പാപത്തിൻ്റെ ശമ്പളം അല്ലെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യമായ മരണമാണ്. നിത്യമായ മരണമാണ് പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. പാപം ചെയ്യുന്നവൻ എന്ത് ചെയ്യും? മരിക്കും എന്ന് വേദോസം പഠിപ്പിക്കും. അപ്പോൾ ആ മരണത്തിൽ നിന്നാണ് യേശു നമ്മളെ രക്ഷിച്ചത്. നമ്മൾ മരിക്കുന്നതിന് പകരം യേശു ആ മരണം ഏറ്റെടുത്തു. അല്ലേ? ശിക്ഷ ഏറ്റെടുത്തു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അത് ധ്യാനിച്ചതാണ്. കർശനഭാഴ്ചയിലും കുരിശിലെ തിരുമൊഴിക്ക് എന്താനും സമയത്ത് നമ്മൾ ധ്യാനിച്ചതാണ്. അപ്പോൾ യേശു എൻ്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നു, എന്നെ രക്ഷിച്ചു എന്ന് ഒരാൾ വിശ്വസിക്കുമ്പോൾ യേശു അദ്ദേഹത്തിൻ്റെ രക്ഷകനായി മാറും. അതാണ് ചോദ്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? അത് ഓരോരുത്തർ ഉത്തരം പറയണം. ഞാൻ സ്വീകരിക്കുന്നു. ഓക്കെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം, നിക്കാവിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് ചേർന്ന് ചൊല്ലാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസ പ്രമാണം, നിക്കാവിശ്വാസ പ്രമാണം. ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു.
ദൈവത്തിന് ദൈവം, പ്രകാശം, സത്യത്തിന് ജനിക്കപ്പെട്ടാക്കപ്പെടല്ല. സ്ഥലം ഉണ്ടായി, അവൻ മനുഷ്യനായി മനുഷ്യക്ക് വേണ്ടി സ്വർഗം നിറങ്ങി മനുഷ്യനായി തീർന്നു. പിലാത്തോസ് അവിടുന്നുള്ളവരെയും അവന്റെ രാജ്യ അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനും വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നു. പ്രവാചകന്മാർക്ക് വചനമായ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. അതോലെ ഞാൻ വിശ്വസിക്കുന്നു. പാവമോചിച്ചിരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. സഭയ്ക്കിരിക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ് ഉത്തരം. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ്സ് നാളുകയും നടക്കുകയും ചെയ്യുമോ? ചോദ്യം ഒന്നുകൂടെ പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ്സ് നാളുകയും നടക്കുകയും ചെയ്യുമോ? ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും. പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, നിങ്ങൾ ചേർന്ന് പറഞ്ഞേ. ഓക്കെ, അടുത്ത ചോദ്യം അടുത്ത 3 ചോദ്യത്തിന് ഒരേ ഉത്തരമാണ്. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ഉത്തരം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ കേൾക്കുക. കർത്തൃ ദിവസത്തിൽ, അതായത് വിശുദ്ധ ഞായറാഴ്ചകളിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? പറഞ്ഞേ. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞേ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. എല്ലാ ഞായറാഴ്ചകളിലും എന്ത് ചെയ്യണം? ദേവാലയത്തിൽ വരണം. വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകൾ എന്ത് ചെയ്യണം? ഒരുക്കത്തോടെ വന്ന് അത് നമ്മുടെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യും? പരസ്യം ചെയ്യും അല്ലേ? വിശുദ്ധ സംസർഗം അടുത്ത ഞായറാഴ്ച ഉണ്ടായിരിക്കും എന്ന് പറയും. അത് പറയുന്നത് ഒരുങ്ങി വരാൻ വേണ്ടിയാണ്. ഒരുങ്ങി വന്ന് എന്ത് ചെയ്യണം? ഇവിടെ വന്ന് നിങ്ങൾ കൂടേണ്ടതാണ്. പിന്നെ അടുത്ത ചോദ്യം ഇതാണ്. തിരുവചനം, അതായത് വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? കുറച്ച് മുമ്പ് ഞാൻ ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കുറച്ച് പേരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറച്ച് പേര് പ്രാർത്ഥിക്കുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞു ഇന്നും മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയൊക്കെ എന്ത് ചെയ്യണം? കുടുംബ പ്രാർത്ഥനയൊക്കെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അതിശ്രേഷ്ഠമായ നല്ല പാരമ്പര്യങ്ങളാണ്. നിങ്ങൾ തന്നെയാണെങ്കിലും ശരി, അല്ല നിങ്ങളെ വീട്ട് ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അപ്പനമ്മമാരോ നിങ്ങൾ കുഞ്ഞുങ്ങളോ മാത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം? സന്ധ്യാസമയങ്ങളിലും രാവിലെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, വചനം വായിക്കണം. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ചേർന്ന് പറഞ്ഞേ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞേ. ഓക്കെ. അടുത്ത ചോദ്യം. നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ദേവാലയത്തിൽ സ്തോത്രാഴ്ച ഇടുന്നതും അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും അതുപോലെ തന്നെ അതുപോലെ എല്ലാ സംഗതികളും ധർമ്മപരമായ കാര്യങ്ങളെല്ലാം എന്താണ്? അത് ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി, മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്നതൊക്കെ എന്താണ്? അത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. നമ്മൾ ദേവാലയത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പാത്രത്തിൽ അർപ്പിക്കുന്ന അർപ്പണങ്ങളും എന്താണ്? അത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് ചെറിയൊരു വ്യത്യാസം അതിനകത്ത് ആൾക്കാർ കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. ചിലർ വിചാരിക്കുന്നത് സ്തോത്രാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഇവിടുത്തെ ആണെങ്കിൽ ഡോമിനിക് സാറിന് വേണ്ടി ആ പൈസ ഇടുന്നതാണ് ചിന്ത. അല്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഡോമിനിക് സാറിന് വില കൊടുക്കാണ്ട് എന്ത് ചെയ്തേച്ചാൽ മതി? നേരിട്ട് കയ്യിലേക്ക് കൊടുത്താൽ മതി. അത് പള്ളി സ്തോത്രാഴ്ച പാത്രത്തിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇടത്തില്ല. പള്ളിയിൽ നമ്മൾ കാഴ്ചകൾ അർപ്പിക്കുന്ന ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. ദൈവത്തിനാണ് നമ്മൾ അർപ്പിക്കുന്നത്. അത് തുക എത്ര കൂടുതലാണെങ്കിലും കുറഞ്ഞാണെങ്കിലും എന്ത് ചെയ്യണം? ദൈവത്തിന് അർപ്പിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ച് വേണം എന്ത് ചെയ്യാൻ? കൊടുക്കാനായിട്ട് കേട്ടോ. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തോണം. അതാണ് പ്രാപ്തി പോലെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യും. ഉത്തരം വാഗ്ദത്തം ചെയ്യും. നിങ്ങൾ പറഞ്ഞായിരുന്നു. പറഞ്ഞേ. വാഗ്ദത്തം ചെയ്യും. അടുത്തത് ഞാൻ സമ്മതിക്കുന്നുവെന്നാണ് അതിൻ്റെ ഉത്തരം. ഞാൻ സമ്മതിക്കുന്നുവെന്ന്. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ എന്ത് ചെയ്യരുത്? നമ്മൾ ലജ്ജിക്കരുത്. ധീരമായി നമുക്ക് നിൽക്കാൻ സാധിക്കണം. വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലും അത് എന്ത് ചെയ്യണം? അത് തെളിവായിട്ട് നിൽക്കണം. അതാണ് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത്. അതാണ് സാക്ഷ്യം.
ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലെ വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ എന്നാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരീകരണം കഴിഞ്ഞ് ഇറങ്ങുവാണല്ലേ. നിങ്ങളെല്ലാ വിശ്വാസ സത്യങ്ങളും ഒരു ക്രിസ്ത്യാനിതൻ്റെ ആത്മാവിൻ്റെ സത്യത്തിനായി അറിഞ്ഞു വിശ്വസിക്കേണ്ട സകല സംഗതികളും അവൻ ഈ ഭൂമിയിൽ ഒരു സമൂഹത്തിൽ ഒരു സഭയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സകല സംഗതികളും പഠിച്ച് സ്ഥിരീകരിക്കപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇറങ്ങുകയാണ്. മറന്നു പോകരുത്. അതാണ് ധീരമായ സാക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് പോവുകയാണ്. സാക്ഷി ജീവിതം എന്നാണ് അതിന് പറയുന്നത് അല്ലേ. അങ്ങനെ ചെയ്യാൻ അതിന് ചുരുക്കം പറഞ്ഞിരിക്കുന്ന ഒരു യുദ്ധവുമായിട്ടാണ്, അതിൻ്റെ ഏറ്റുമുട്ടലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പടയാളികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ചോദ്യം ഇതാണ്: ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ഏറ്റുപറയാൻ, അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടാൻ, വാക്കിൽ പ്രവൃത്തിയിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിന് നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ഞാനത് സമ്മതിക്കുന്നതെന്നാണ്. ഞാൻ സമ്മതിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നുള്ള തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റു പറഞ്ഞു വരും. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ മുട്ടുകുത്തിക്ക്. അവിടെ തന്നെ റെയിൽസിനെ മുട്ടുകുത്തിക്ക്. ഓക്കെ. ഇതൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ടി നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ നിങ്ങൾ മാത്രം, സ്ത്രീനാർത്ഥികൾ മാത്രം ആ പ്രാർത്ഥന ചൊല്ലണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിത്തരാം. നിങ്ങളത് ചൊല്ലുക. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ്സ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിൻ്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. വീണ്ടും നമുക്ക് ഒന്നടങ്കം സഭയായിട്ടൊന്ന് മുഴുവനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെ അവരെടുത്ത തീരുമാനങ്ങൾ, പ്രതിജ്ഞകളെല്ലാം അവരുടെ ആയുസ്സ് നാളെല്ലാം പാലിപ്പാൻ അവരുടെ സ്വന്തമായ പരിശ്രമം കൊണ്ടോ ശക്തി കൊണ്ടോ സാധ്യമല്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരുടെ മക്കളുടെ മേൽ വരുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അവരെടുത്ത പ്രതിജ്ഞകൾ പാലിപ്പാൻ അവർക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് സഭ ഒന്നടങ്കം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു. പരിശുദ്ധാത്മാവിൻ്റെ വരവനായിട്ടുള്ള അപേക്ഷയാകുന്ന 414 കീർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി ആയിട്ടുള്ള സഭയുടെ പ്രാർത്ഥന, വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ആലപിക്കാം. 414 കീർത്തനം, അതിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3ഉം 4ഉം ചരണങ്ങൾ ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പാടണം. 414 കീർത്തനം 1ഉം 2ഉം ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3ഉം 4ഉം ചരണങ്ങൾ സഭാമക്കളെല്ലാവരും ചേർന്ന് പാടണം. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയുള്ള സഭയുടെ അപേക്ഷ. ദേവാത്മാവേ വന്നു
എല്ലാവർ മേലും വീശുക. അനുഗ്രഹ തൈലമാം നീ ആശ്വാസം ജീവൻ സ്നേഹത്തി നിത്യമാം പ്രകാശമൂലം മാറ്റുക ഇരുൾ ശത്രുവേ ദൂരെ അകറ്റി തന്നിടണം ദിവ്യശാന്തി. ഏക സത്യ നിത്യ ദേവ താദാസുദാമ ശുദ്ധാത്മാ സ്തുതി നിനക്കു താദാസുദാ ശുദ്ധാത്മാവേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയുടെ പിന്നാലെ ഗായസംഘത്തോടൊപ്പം സഭാമക്കൾ എല്ലാവരും ചേർന്ന് ചൊല്ലണം. സ്ത്രീനാർത്ഥികൾ അത് ചൊല്ലേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയുടെ പിന്നാലെ ചൊല്ലണം. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട് ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ.
നിങ്ങൾ എഴുന്നേറ്റ്. ഒതുങ്ങി നിൽക്കാം. ചേർന്ന് നിന്നോ അങ്ങോട്ട്. ശരി, ഇവിടുത്തെ കാണാൻ പാടില്ല. ഒതുങ്ങി നിന്നു. ഇങ്ങോട്ട് കയറി മക്കളെ, കുറച്ചുകൂടെ നിങ്ങൾ അങ്ങോട്ട് ഒതുങ്ങി ചേർന്ന് നിന്നോ. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ സഭാമക്കളെല്ലാവരും ഗായസംഘത്തോടൊപ്പം ആമേൻ എന്ന ഉറച്ച ശബ്ദത്തിൽ പറയണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭാമക്കളും ഗായകസംഘവും ഒരുമിച്ച് ഉറച്ച ശബ്ദത്തിൽ ആമേൻ എന്ന് പറയണം. ഓരോരുത്തരായിട്ട് വന്നാട്ടെ. കർത്താവേ, നിൻ്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനാകെ ഇരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിന് നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ ഈ ദാസി എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിന് നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ ഈ ദാസി എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിന് നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ.
കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കളവളായിരിക്കേണ്ടതിന് നിന്റെ രാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ ദാസി എന്നേക്കും നിനക്കളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. നിന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പിതൃക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളുടെ ആയുസ് നാളൊക്കെ നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിൻ്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. കുട്ടികളെ എഴുന്നേറ്റ് ഇപ്പോൾ ബഹുമാനോടെ ഇടപെട്ടക്കാരൻ ഈ കുഞ്ഞുങ്ങളെ സ്വീകരണ വചനങ്ങൾ ചൊല്ലി അവരെ സ്വീകരിക്കുന്നതാണ്. സഭാമക്കൾ എല്ലാവരും കായികസന്ദർഭം ചേർന്ന് ചൊല്ലണമെന്ന് ഓർപ്പിക്കുന്നു. അത് അച്ഛനത് ചൊല്ലിത്തരുമ്പോൾ അച്ഛൻ്റെ പിന്നാലെ കായിക സംഘ അംഗങ്ങളും സഭാമക്കളെല്ലാവരും ചേർന്ന് ചൊല്ലി സ്വീകരണ വചനങ്ങൾ ചൊല്ലി ഈ സ്ത്രീധനം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയാണ്. സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാട്ടെ, സഭയ്ക്ക് അഭിമുഖമായിട്ട് നിന്നാട്ടെ. ഓക്കെ, അച്ഛൻ ചൊല്ലിത്തരുമ്പോൾ കുട്ടികൾ ചൊല്ലേണ്ടതില്ല, സ്ത്രീധനം കഴിഞ്ഞവർ ചൊല്ലേണ്ട, കായിക സംഘവും സഭാമക്കളും ചൊല്ലും. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ അംഗങ്ങളായി ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോടുകൂടെ പങ്കുകൊള്ളുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി നൽകുമെന്ന് ഉറപ്പു തരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യത്തിൽ ഇവിടെ ഭൂമിയിൽ തന്നെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കണമെന്ന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കും. സഭയ്ക്ക് ഇരിക്കാം.
കയ്യസൂരി കൊടുക്കുന്ന കണ്ടുണ്ടോ? കയ്യസൂരി കൊടുക്കുന്നത്, കയ്യസൂരി എന്ന് പറഞ്ഞാൽ എന്നാ? കമ്മ്യൂണിയനുള്ള ഞായറാഴ്ചകളിൽ കയ്യസൂരി കൊടുക്കുന്ന കണ്ടല്ലേ? കൈകളിങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൈയുടെ വലത്ത് കൈപ്പത്തി കൈയുടെ ഉള്ളിൽ വരത്തക്കതിലാണ് പിടിക്കുക. വലത് കൈപ്പത്തി കൈയുടെ ഉള്ളിൽ വരത്തക്കതിൽ. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. സ്വീകരിക്കുന്ന ആൾ ആമേൻ എന്ന് പറയണം. സ്വീകരിക്കുന്ന ആൾ ആമേൻ എന്ന് പറയും. അയാൾ വീണ്ടും കൊടുക്കുമ്പോൾ എന്നാ പറയണം? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ ക്രിസ്തുവിൻ്റെ സമാധാനം എന്നാണ് പറഞ്ഞ് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് കൊടുക്കണം. അതാണ് കയ്യൂശ്ശേരി കൊടുക്കുമ്പോഴുള്ള അനുഷ്ഠാന വചനങ്ങൾ. ചിലപ്പോൾ നമ്മളിങ്ങനെ മുട്ടിച്ചിങ്ങനെ പോകുന്ന അതല്ല അതിൻ്റെ രീതി. പണ്ട് കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കൈ കൊപ്പി കാണിക്കത്തില്ല അല്ലേ? കോവിഡിന് ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കൊടുക്കണം. കയ്യൂശ്ശേരിയാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ അതാണ് ആചരിച്ച് വരുന്നത്. വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ക്രിസ്തുവിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമാകുന്ന കയ്യൂശ്ശേരി നിങ്ങൾക്ക് തരും. നിങ്ങൾ ആമേൻ എന്ന് പറഞ്ഞത് സ്വീകരിക്കും. വന്നാട്ടെ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. 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 ഓക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് സ്ഥിരീകരണം കഴിഞ്ഞതിൻ്റെ സ്ഥിരീകരണ കാർഡുകൾ തരും. സ്ഥിരീകരണ കാർഡുകൾ വളരെ ചെറിയ ഒരു വലുപ്പത്തിൽ അത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ പേരുകളുണ്ട്. അതുപോലെ സ്ഥിരീകരണം കഴിഞ്ഞ ദിവസമുണ്ട്. ആദ്യം കമ്മ്യൂണിയൻ കൊണ്ട തീയതികളുണ്ട്. അച്ഛന്മാർ ഒപ്പിട്ടിട്ടുണ്ട്. ബിഷപ്പിൻ്റെ ഒപ്പമുണ്ട്. അതിൻ്റെ അകത്തെ പേരിലെ സ്പെല്ലിങ്ങോ തീയതികളിലെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഒപ്പില്ലാതെയോ അങ്ങനെ ഏതെങ്കിലും കാർഡ് നിങ്ങളെ കിട്ടുവാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. മാത്രമല്ല ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഭദ്രമായി സൂക്ഷിച്ച് വെക്കണം. സാധാരണ ഇതിൽ ചിലർ വേദവസ്തുവിലൊക്കെ വെക്കാറുണ്ട്. അവിടെയാണോ അത് കളയാതെ ആ കാർഡ് സൂക്ഷിക്കണം. കുട്ടികൾക്ക് പ്രത്യേകമായി പല സന്ദർഭങ്ങളിലും എന്ത് ചെയ്യാം? ഈ കാർഡുകൾ ആവശ്യം വരും. അതുപോലെ വിവാഹം കഴിയാത്തവർക്ക് വിവാഹത്തിൻ്റെ അവസരം വരുമ്പോഴും ചോദിക്കുന്നുണ്ട്. സ്ഥിരീകരണം കഴിഞ്ഞാണോ എന്ന് ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യം വരുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഈ സ്ഥിരീകരണ കാർഡ് എന്ന് പറയുന്ന കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ്. അതിപ്പോൾ അച്ഛൻ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങൾ മുമ്പോട്ട് ഒന്ന് വാങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. വേറെ സമ്മാനം വല്ലതും അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഓർപ്പിക്കുക. സച്ചിൻ ഓക്കെ. ദൈവം എനിക്ക് ആൽവിൻ ഗോഡ് ബ്ലസ് യു മാനെ. ഓക്കെ. അത് നോക്കണ്ട, നിങ്ങൾ പറഞ്ഞു വായിച്ചോ. അജയ് ജോൺ. അജയ്. ദൈവം എനിക്ക് സുരേഷ് കുമാർ. സുരേഷ്. ദൈവം എനിക്ക് അലീന മോൾ. അച്ഛനത് പേര് വായിച്ചോ. നിങ്ങൾ പറഞ്ഞു. ദൈവം എനിക്ക് മനുഷ ബാബു. ദൈവം എനിക്ക് അനിത മോൾ. ദൈവം എനിക്ക് നന്ദിനി പി. നന്ദിനി. ദൈവം എനിക്ക് അഖിൽ ഇസ്രാൻ. ദൈവം എനിക്ക് റൂബിനി മാനുവൽ. ദൈവം എനിക്ക് തീർന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം.